ഹരേ കൃഷ്ണ. ഓം നമോ നാരായണായ. നമ്മൾ പറയാൻ പോകുന്നത് ഇന്ന് ഓം നമോ നാരായണായ എന്ന ആ മന്ത്രത്തിൻ്റെ മഹത്വമാണ്. ആ മഹത്വം അടങ്ങിയിരിക്കുന്ന ഒരു ശ്ലോകമുണ്ട് മുകുന്ദമാലയിൽ. നമുക്കതൊന്ന് ചൊല്ലാം. ശത്രുച്ഛേദൈകമന്ത്രം സകലം ഉപനിഷത് വാക്യ സംപൂജ്യ മന്ത്രം സംസാരോത്താരമന്ത്രം സമുപചിതതമ സംഘനിര്യാണമന്ത്രം സർവൈശ്വര്യൈകമന്ത്രം വ്യസനഭുജഗ സംദഷ്ടസംദ്രാണമന്ത്രം ജിഹ്വേ ശ്രീകൃഷ്ണമന്ത്രം ജപ ജപ സതതം ജന്മസാഫല്യമന്ത്രം. ഈ മഹാമന്ത്രത്തിൻ്റെ ആ മഹത്വമാണ് ഈ ശ്ലോകത്തിൽ വിവരിച്ചിരുന്നത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കാമക്രോധാദികളായിട്ടുള്ള ശത്രുക്കളെ നശിപ്പിക്കുവാനുള്ള ഏക ഉപായമാണ് ഈ മഹാമന്ത്രത്തിനുള്ളത്. തീർന്നില്ല, ഇനിയുമുണ്ട്. എല്ലാ ഉപനിഷത്തുകളിലും പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്ന മന്ത്രമാണ്. സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു ഏക മാർഗമാണ് ഈ മന്ത്രം. അനേക ജന്മങ്ങളിലായി കൂട്ടിവെച്ചിട്ടുള്ള ആ അജ്ഞാന കാര്യങ്ങളെല്ലാം നശിപ്പിക്കുവാനും സർവ്വ ഐശ്വര്യങ്ങളും നമ്മളിലേക്ക് ഉണ്ടാക്കുന്ന ഈ മഹത്തര നിറഞ്ഞ മഹത്തായ മന്ത്രമാണ് ഓം നമോ നാരായണ. സംസാര ദുഃഖമാകുന്ന സർപ്പങ്ങളുടെ കടിയേറ്റിട്ടുള്ളവർക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു ഏക മന്ത്രമാണ് നാരായണ മന്ത്രം. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമമാകുന്ന ഈ മന്ത്രത്തെ അല്ലയോ നാവേ നീ എപ്പോഴും ജപിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ നാരായണ നാമം എപ്പോഴും ജപിക്കുന്നവന്റെ മനസ്സ് ശുദ്ധമായിരിക്കും. ആ മനസ്സിൽ ദ്വേഷങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, ആരോടും വിദ്വേഷം ഉണ്ടായിരിക്കില്ല എന്നാണ്. അതുപോലെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരുവന് ശത്രുക്കൾ ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ശത്രുച്ഛേദൈക മന്ത്രം എന്ന് ഈ ഓം നമോ നാരായണ ഈ മന്ത്രത്തെ വിശേഷിപ്പിക്കുവാനുള്ള കാരണം. ഇപ്പം ബ്രഹ്മപ്രാപ്തിക്കുള്ള ഏക മാർഗം മനസ്സിനെ നിർമ്മലമാക്കി തീർക്കുക എന്നുള്ളതാണ്. അപ്പം മായയെ ജയിച്ചവന് മാത്രമാണ് ഈ സംസാര ദുഃഖം ഉണ്ടാകാതിരിക്കുന്നത്. അപ്പം എല്ലാ ഐശ്വര്യങ്ങളുടെയും ആ ജന്മസാഫല്യം നേടിയ ആ ഭക്തനെ കൃതാർത്ഥനായി തീരുന്നുവെന്ന് സാരമുണ്ട് ഈ ഒരു ഓം നമോ നാരായണ മന്ത്രത്തിൻ്റെ മഹത്വത്തിൽ. ഈ അതിവിശിഷ്ടമായിരിക്കുന്ന അതിമഹത്തായിട്ടുള്ള ഈ മന്ത്രത്തിനെ എല്ലാവരും ദിവസവും ജപിക്കുക. അത് 108 പ്രാവശ്യം ജപിച്ചാൽ അത്യുത്തമം. അതല്ല, നമുക്ക് അത്രയും പറ്റുന്നില്ലെങ്കിൽ അവരവർക്ക് പറ്റുന്ന രീതിയിലെങ്കിലും ഈ മന്ത്രത്തിനെ ജപിക്കുക. നമ്മളിലുള്ളതായ ഈ ശത്രുത നമ്മളിൽ നിന്ന് മാറട്ടെ. ഞാൻ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ശത്രുക്കൾ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഉള്ളിലുള്ളതായ കാമരാഗ ദ്വേഷ മതമാത്സര്യാദികളൊക്കെ തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ. ആ ശത്രുക്കൾ നമ്മളിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ നിർമ്മലമായ മനസ്സ്, നല്ല മനസ്സായിട്ട് മാറിക്കഴിയുന്നു. അപ്പം സൽചിന്തകൾ വളർത്തുക, നാരായണ നാമങ്ങൾ ജപിക്കുക. അതുവഴി സർവ്വ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. ഗുരുവായൂരപ്പ എല്ലാവർക്കും അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ഹരി.